നമസ്കാരം സുഹൃത്തുക്കളെ. പഹൽഗാമിലെ ആക്രമണത്തിന് ശേഷം ഏകദേശം 24 മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ്. ഇന്ത്യ ശക്തമായി തിരിച്ചടിച്ചിരിക്കുന്നു. 5 തിരിച്ചടികൾ ഇന്ത്യ പ്രഖ്യാപിച്ചിരിക്കുകയാണ് പാകിസ്ഥാന്റെ മുകളിൽ. നമ്മൾ സംസാരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ടൂൾ കിറ്റുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ജിഹാദി ചാനലുകൾ. എന്തിനെ ന്യായീകരിക്കാൻ, അതായത് മതം നോക്കി അല്ലെ, മതം നോക്കിയാണ് വെടിവെച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ, വേറൊന്നുമല്ല. അതായത് ഇത് ഹിന്ദുവിനെ ഇല്ലാതാക്കാനുള്ള ഒരു കൂട്ടം ആളുകളുടെ ശ്രമമാണ്, വേറൊന്നുമല്ല. അപ്പൊ അതിനെ ന്യായീകരിക്കാൻ ഇറങ്ങിയ ജിഹാദികളെ കുറിച്ച് പറയുന്നത്, ജിഹാദി ചാനലുകളും ജിഹാദി യൂട്യൂബുകളും ഇന്ത്യ മൊത്തം പരത്തുകയാണ് ഒരു 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 ശ്രുതി. അതായത് ഇന്റലിജൻസിന്റെ ഫെയിലിയർ ആണിത്. അത് ഇന്റലിജൻസ് കൈകാര്യം ചെയ്യുന്നതിൽ ഇന്ത്യൻ ഏജൻസികളെ പിഴവും കൊണ്ടാണ്. അതായത് ഇത് ചെയ്ത ജിഹാദികളെ ന്യായീകരിക്കാൻ ശ്രമിക്കുകയാണ് അവർ. അതായത് ഇന്റലിജൻസിന്റെ ഫെയിലിയർ കൊണ്ട് ജിഹാദികളോട് വന്നു എന്ന് പറയുന്നു. പണം വരുന്ന പല സോഴ്സുകൾ നമുക്ക് അറിഞ്ഞുകൂടാ. കാരണം ഇതിനെ ഡാമേജ് കുറയ്ക്കാൻ ശ്രമിക്കാനായിട്ട് അവരുടെ മതത്തെ ന്യായീകരിക്കാൻ ഒരുകൂട്ടം ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. വിക്ടർ ഭായ്, ഇവർ ഒറ്റപ്പെടുത്തണ്ടേ ഈ പറയുന്ന വ്യക്തികളെ? നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാല്, പാകിസ്ഥാൻ എന്ന് പറഞ്ഞത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമുള്ള കേസല്ല. പാകിസ്ഥാനെ ഇല്ലാതാക്കുക, അത് അവർക്ക് എത്ര ന്യൂക്ലിയർ വെപ്പൺ, ഒരു ബോംബ് ഇങ്ങോട്ട് ഇടുമായിരിക്കാം, അങ്ങനെ ഒരു ന്യൂക്ലിയർ അണുവായുധ ബോംബിങ്ങിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ. പക്ഷേ താങ്കൾ സൂചിപ്പിച്ച കാര്യം, ഇങ്ങനെ ന്യായീകരണ തൊഴിലാളികളെ ഇന്ത്യക്കുള്ളില്, അതായത് ന്യായീകരണ തൊഴിലാളികൾ എന്ന് ഉദ്ദേശിച്ചത് ഒരു 15% ഇന്ത്യൻ ജനസംഖ്യ ഈ പ്രത്യേക സമുദായത്തിൽപ്പെട്ടതാണ്. അവർക്ക് വലിയ സംഭവമാണോ ന്യായീകരിക്കാൻ? അല്ല, അവർ സംഘടിതമാണ്. അതായത് 85%-ക്കാളും സംഘടിതമായിട്ട് എല്ലാ കാപ്പറ്റ്യത്തിലും ഉറപ്പിച്ചു വെച്ചിട്ട് സമാധാനത്തിന്റെ മതം എന്നും പറഞ്ഞ് അവർക്ക് എന്തും ചെയ്യാനുള്ള അവകാശം മുൻകാല സർക്കാരുകൾ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴുള്ള സർക്കാർ, 2014 ശേഷമുള്ള ഇന്ത്യയിലെ മോഡിയുടെ സർക്കാരിന് പരിമിതികളുണ്ട്. കാരണം അന്തർദേശീയ തലത്തില് മുതലെടുക്കുന്നതിന് വേണ്ടിയിട്ട് പലതരത്തിലുള്ള രാജ്യങ്ങള്, അത് എല്ലാ വിദേശ രാജ്യവും, കാരണം പലപ്പോഴും അവരുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യുന്ന പല കാര്യങ്ങളും, മാർക്കറ്റ് ഓപ്പൺ ആക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് തൊട്ട് പല അയൽ രാജ്യങ്ങൾ തൊട്ട് വിദേശത്ത് ദൂരെയുള്ള രാജ്യങ്ങൾ വരെ. നിങ്ങളൊരു കാര്യം പറഞ്ഞു, 54 ഇസ്ലാമിക രാജ്യങ്ങൾ ലോകത്തുണ്ട്. ഈ 54 ഇസ്ലാമിക രാജ്യങ്ങൾ ഇപ്പോഴും ഇന്ത്യയുടെ സുഹൃത്താന്ന് പറഞ്ഞാലും ഇന്ത്യയുടെ സുഹൃത്താണോ? സുഹൃത്തല്ല. അപ്പൊ തീർച്ചയായും അപ്പം ഞങ്ങൾ പറയാൻ ശ്രമിക്കുന്നു പറയുന്ന ആദ്യ വിഷയം എന്ന് പറയുന്നത്, ഈ പറഞ്ഞ ടൂൾ കിറ്റുമായി ഇറങ്ങിയിരിക്കുന്ന ഒരുപാട് ആൾക്കാരെ ഒറ്റപ്പെടുത്തേണ്ടിയിരിക്കുന്നു. കാരണം നാളെ അവർ വേറെ പല വ്യാഖ്യാനങ്ങളുമായിട്ട് വരാൻ ചാൻസ് സാധ്യത ഇനി ഉണ്ടാവില്ല, പലതും പറയും. അല്ല, അത് പ്രത്യേകമായിട്ട് വടക്കേന്ത്യയിൽ ഓടില്ല. ഈ താങ്കൾ പറഞ്ഞ ടൂൾ കിറ്റും കഥകളും വടക്കേന്ത്യയിൽ ഓടില്ല. എത്ര ഓടിച്ചാലും ഗുജറാത്തൊക്കെ അനുഭവം ഉള്ളതാണ്, ഓടില്ല. കേരളമാണ് ഓടുന്നത്, പ്രബുദ്ധ കേരളം. ഇടതും വലതും കോൺഗ്രസും ഭരിക്കുന്ന പ്രബുദ്ധ കേരളത്തില് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഇന്നൊരു ചാനൽ കണ്ടപ്പോൾ പറയുകയാണ് അവർ ഇത് ഇന്റലിജൻസിന്റെ ഫെയിലിയർ ആണ്, വേറെ അത്ഭുതപ്പെട്ടു പോയി. ഈ പറഞ്ഞ കഴുത്ത് വെട്ടുന്നവർക്കോ വെടിവെച്ച് കൊല്ലുന്നവർക്കോ ഷടി ഊരിയിട്ട് സുന്നത്ത് ചെയ്തിട്ടുണ്ടോന്ന് വെട്ടുന്നവർക്കോ കുഴപ്പമില്ല. അത് ഇത് ചെയ്യുന്നവർ ഈ ഇന്റലിജൻസിന്റെ ഫെയിലിയർ ആണ്. അവര് സമാധാനത്തിന്റെ മതക്കാരാണ്, അവര് സമാധാനമുള്ളവരാണ്. അതൊന്നും കുഴപ്പമില്ല. ഇന്റലിജൻസ് നോക്കണായിരുന്നു. അല്ല, ഇതൊക്കെ നമ്മള് ഈ ചാനലുകള്, മലയാളത്തിലെ മാധ്യമങ്ങള് സംഘടിതമായിട്ട് അവർക്ക് ഫണ്ടിങ്, അറബികളുടെ കാശും കിട്ടിയിട്ട് റിപ്പോർട്ട് ചെയ്യാൻ രാവിലെ ഇറങ്ങുന്ന നായരും മൊട്ടത്തലയിലും മാപ്പിളയൊക്കെ ഉണ്ട്. അത് 60 ആൾക്കാരുണ്ടെന്ന് ഈ അടുത്ത് ഇത് വന്നിട്ടുണ്ട്. അപ്പൊ രണ്ടാമത്തെ പോയിന്റ് ഞങ്ങൾ സംസാരിക്കുന്ന വിഷയം എന്ന് പറയുന്നത്, ഇത് ഫെയിലിയർ സംഭവിച്ചു എന്ന് നമുക്ക് അംഗീകരിച്ചേ പറ്റൂ. എവിടെയോ പറ്റിയിട്ടുണ്ട് ഫെയിലിയർ സംഭവിക്കാന്ന് പറഞ്ഞാല് പരിമിതികളിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞു ലോക്കൽ സപ്പോർട്ട് കിട്ടിയ പരിമിതി ഉണ്ടാവും. ഇന്ത്യയെ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ ചവിട്ടി താഴ്ത്താൻ ലോകത്തിലെ വൻകിട രാജ്യങ്ങൾ കുറെ ഉണ്ട്. ഞാനൊരു കാര്യം അങ്ങോട്ട് ചോദിക്കട്ടെ, താങ്കൾ ഇന്ത്യക്ക് ഒരു തെറ്റുപറ്റി ഞാൻ പറയും. എന്താന്ന് വെച്ചാല്, ഇന്ത്യ വിചാരിച്ചെന്ന് പറയുന്നത് കാശ്മീരിലെ യുവജനങ്ങൾ അല്ലെങ്കിൽ യുവാക്കൾക്ക് അവർക്ക് ജോലി കൊടുക്കുക. 7,500 കോടി നഷ്ടമാണ് ഈ പറഞ്ഞ കാശ്മീർ ടൂറിസം അവസാനിച്ച വരാമോ നഷ്ടം അവരുടെ ഏരിയയിൽ ഈ പറഞ്ഞ. അപ്പൊ ഇന്ത്യ പ്രതീക്ഷ എന്ന് പറയുന്നത് സാമ്പത്തികമായിട്ട് കാശ്മീരിനെ ഉന്നതിയിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ യുവാക്കള് ഈ പറയുന്ന ഭീകരാക്രമണം അല്ലെങ്കിൽ ജിഹാദി ചിന്താഗതി വിട്ടും. താങ്കൾക്ക് പ്രതീക്ഷയുണ്ടോ കാശ്മീരിലെ യുവാക്കൾ ഇന്ത്യനെ സപ്പോർട്ട് ചെയ്യും? ആ ഒരു കളി പ്രത്യേക സമുദായത്തിൽ നടക്കില്ല. കാശ്മീരിനെ കുറിച്ച് ഞാൻ നിങ്ങളോടൊരു ചരിത്രം പറയട്ടെ. കാശ്മീരി പണ്ഡിറ്റ് എന്ന് കേട്ടിട്ടുണ്ടോ? അറിയാം, തീർച്ചയായും. തല്ലി ഓടിച്ചിട്ടുണ്ട്.
കാശ്മീർ ഫയൽസ് പ്രത്യേക സമുദായം തല്ലിയൊടിച്ചിട്ടുണ്ട്. ഇനി ഇന്ത്യയിലെ ക്രിസ്ത്യാനികൾക്ക് എപ്പോഴും പറയുമ്പോൾ ഒരു ശ്രീരാം ജയ് ശ്രീരാം എന്നും പറഞ്ഞ കുറച്ച് ബുദ്ധിയില്ലാത്ത സംഖ്യകള് ഉണ്ട് ഈ കൂട്ടത്തില്. 140 കോടി ജനമുള്ളതാണ്. അവരാണോ ഇന്ത്യയിൽ പോലും ന്യൂനപക്ഷം, ഈ പ്രത്യേക സമുദായം ന്യൂനപക്ഷമായ ഇന്ത്യയിൽ പോലും ക്രിസ്ത്യാനികൾക്കുള്ള ത്രെറ്റ് കാശ്മീരിൽ പള്ളികൾ തല്ലിപ്പൊളിച്ചിരിക്കുന്നത് ഈ പ്രത്യേക സമുദായമാണ്. ക്രിസ്ത്യൻ പള്ളികള് കാശ്മീരി പണ്ഡിറ്റുകളും ക്രിസ്ത്യൻ സമുദായത്തിനും ക്രിസ്ത്യൻ സമുദായത്തിനെ പറ്റി പിന്നെ അത് വാർത്തയിൽ വരില്ല, പറയില്ലാത്തതുകൊണ്ട്. അപ്പൊ വ്യക്തമായി പറയാൻ ഉദ്ദേശിച്ച സംഭവം എന്ന് പറയുന്ന സുഹൃത്തുക്കൾ, അതായത് ഈ പറയുന്ന കാശ്മീരി യുവാക്കൾ ഇന്ത്യക്ക് പറ്റിയൊരു തെറ്റാണ്, അതായത് അമിത്ഷായ്ക്ക് മോഡിക്ക് പറ്റിയൊരു തെറ്റാണ്. അതായത് കാശ്മീരി യുവാക്കൾക്ക് സാമ്പത്തികമായിട്ട് അവർക്ക് അമിത്ഷായ്ക്കും മോഡിക്കും തെറ്റ് പറ്റിയെന്ന് പറയുന്നതിന് ഒരു തിരുത്ത് ഞാൻ താങ്കൾക്ക് പറയണം. നമ്മളിപ്പോ ഒരു എമ്പുരാൻ എന്ന് പറഞ്ഞൊരു പടം കണ്ടു. ആ എമ്പുരാനിലെ പടത്തിൽ ഒരു പ്രത്യേക സമുദായം, അയ്യോ, അതായത് ഇവരുടെ അപ്പോഴത്തെ നമ്മുടെ കേരളത്തിൽ പോലും പ്രവർത്തിക്കുന്ന ഒരു മൗദൂദി ചാനലുണ്ട്, അയ്യോ ശൂലം ഗർഭിണി, അത് സ്ഥിര പല്ലവിയാണ്. ആ ശൂലം ഗർഭിണിക്ക് മുമ്പ് ഒരു 60 ആൾക്കാരെ ട്രെയിനിന്റെ 2 ഡോറുകൾ അടച്ചിട്ടിട്ട് തീയിട്ട് കത്തിച്ച സംഭവമുണ്ട്. അത് ഇവര് പറയില്ല, അത് അവര് പറയണ്ട. ഈ പ്രത്യേക സമുദായത്തിന്റെ ചാനലും അവര് പറയണ്ട. കേരളത്തിലെ കുറച്ച് കമ്മികളും കോൺഗ്രസ്സുകാരും ഉണ്ട്. ഹമാസിന്റെ സഞ്ചി തൂക്കിട്ടെന്ന് പിന്നെ വരുന്നതായിരിക്കും തീർച്ചയായും. അപ്പൊ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നു പറയുന്നത്, ഒരു കാരണവശാലും കാശ്മീരിലെ യുവാക്കൾ അവർക്ക് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് കൊടുത്താൽ പോലും ഒരു കാരണവശാലും അവര് എന്താണ് പറയുന്നത്, ഈ പറയുന്ന കോൺഗ്രസ് എന്നല്ല ദേശത്തിനെ ഒരിക്കലും അംഗീകരിക്കാൻ പോകുന്നില്ല. ഈ ആക്രമണം ഹിന്ദുവിനെ ഇല്ലാതാക്കുന്ന ആക്രമണമാണ് പറയും. അല്ല, താങ്കൾ ഇപ്പൊ സൂചിപ്പിച്ച ഒരു 7500 കോടിയുടെ കച്ചവടം ടൂറിസം വഴി കാശ്മീര്. മിഥുൻ വടക്കേന്ത്യയില് ജോലി ചെയ്തിട്ടുണ്ട്, ബോംബെയിൽ ജീവിച്ചിട്ടുണ്ട്. നമ്മൾ ഈ പദം ദോ നമ്പർ ദന്ത എന്ന് പറയും. ഇവർക്ക് ഈ ഓപ്പൺ 7500 കോടിയുടെ ബിസിനസ് ആവശ്യമില്ല. ദോ നമ്പർ ദന്ത കള്ളപ്പണം. ഇവര് അമേരിക്കയിലോ യൂറോപ്പിലോ ഇന്ത്യയിലോ അവർക്ക് അതിർത്തികളില്ല. ദോ നമ്പറിൽ അവര് കച്ചവടം നടത്തുള്ളൂ. കുറച്ച് ടൂറിസ്റ്റ് വരുമ്പോഴത്തേക്ക് കച്ചവടം വരുന്നുണ്ട്. അതൊന്നും അവർക്ക് വിഷയമുള്ള കേസല്ല ഈ പ്രത്യേക സമുദായത്തിന്. അവർക്ക് അതൊരു വിഷയമുള്ള കേസ്. അപ്പൊ എന്ത് പറഞ്ഞാലും എന്ന് പറയുന്നത്, ഈ പറയുന്ന സർക്കാരുകളുടെ ഈ ശ്രമങ്ങളെ കാശ്മീരിലെ ജനത ഒരിക്കലും അംഗീകരിക്കാൻ പോകുന്നില്ല, പ്രത്യേക സമുദായം. കാരണം അവർക്ക് എന്ന് പറയുന്നത് ഈ ദോ നമ്പർ ദന്ത, വ്യക്തമായി പറഞ്ഞാൽ ദോ നമ്പർ ദന്തയാണ് അവരുടെ 7500 കോടിയുടെ അത് അവര് കണക്കാക്കുന്നില്ല. ഞാൻ പറഞ്ഞ വേറൊരു കാര്യം എനിക്ക് അവസാനിപ്പിക്കാൻ പറ്റിയില്ല. ഗുജറാത്ത് ശാന്തിയാക്കിയ പോലെ സമാധാനം ശാന്തി ഉണ്ടോ? ഗുജറാത്ത് ഇതുപോലെയായിരുന്നു. സമാധാനം ഒരു 25 കൊല്ലം മുമ്പ് മോഡിയും അമിത്ഷായും ഉണ്ടാക്കി കൊണ്ടുവന്ന ഒരു സമാധാനം ഉണ്ട്. മോഡി അമിത്ഷാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തില് കുറച്ച് ബുദ്ധിയില്ലാത്ത ഹിന്ദു ക്രിസ്ത്യൻ ഈ കമ്മികളും കൊങ്ങികളൊക്കെ കിടന്ന് കുരയ്ക്കണാണ്. അപ്പൊ നമ്മള് ഈ പറഞ്ഞ വിഷയം എന്താണ്, നമുക്ക് ഇനി അടുത്ത വിഷയത്തേക്ക് പെട്ടെന്ന് കിടന്ന് അവസരം തരുന്നതായിരിക്കും. മൂന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ താങ്കളൊരു പട്ടാളക്കാരനാണ്. കരസേനയുടെ ഭാഗത്ത് നിന്ന് ഒരു അലംഭാവം അല്ലെങ്കിൽ ഒരു കോംപ്ലക്സിന് ഉണ്ടായിട്ടുണ്ടോ? രാജ്നാഥ് സിംഗ്, അമിത്ഷാ, മോഡി. ഞാൻ പറയുന്നത് ഒരു ക്യാപ്റ്റൻ, മേജർ, ഫുൾ ബേർഡ് കേണൽ, മേളിലേക്ക് ജനറൽ, അങ്ങനെ ഒരു പദവിയിലേക്ക് പോകുന്നു. ഒരു ക്യാപ്റ്റൻ ആവുമ്പോഴേക്കും അവന്റെയോ അവളുടെ പിന്നിൽ ഒരു 10-15 പട്ടാളക്കാര് സാറെ ഷൂ പോളിഷ് ചെയ്യട്ടെ, സാറെ കാറ് തുടക്കട്ടെ, ആ സുഖിപ്പിക്കൽ അവിടെ അങ്ങോട്ട് നിർത്തണം. $80 ബില്യൺ ഇന്ത്യൻ എന്താ പറയുക പ്രതിരോധ ബഡ്ജറ്റ്. ഇത് സ്പെൻഡ് ചെയ്തിട്ട് അവസാനം നമ്മൾക്ക് എന്താണ് കിട്ടുന്നത്? ഇന്റലിജൻസ് ലാബ്സുകൾ എന്താ പറയുന്ന ഒരു പറഞ്ഞ ഇത് അവസാനിപ്പിക്കുന്ന സമയമായി. വെസ്റ്റൻഡോ എന്തോ ആന്റണി ഇരിക്കുന്ന സമയത്ത് ഒരു അഗസ്റ്റന്റ് എന്തോ ത്യാഗി എന്ന് പറഞ്ഞ ആള് ഹെലികോപ്റ്ററിൽ എയർഫോഴ്സിന്റെ ജനറൽ ആയി 250 കോടി കീശയിൽ വെച്ചത്. അപ്പൊ ഞങ്ങൾ പറയാം അവസാനത്തെ പോയിന്റ് എന്ന് പറയുന്നത്, മിലിറ്ററി എന്ന് പറഞ്ഞാൽ ജനറലിനോട് ഇത് വേണം, പ്രതിബദ്ധതയും അവൻ ഡിസിപ്ലിൻ, അച്ചടക്കം, പട്ടാളൊക്കെ ചിട്ട, അവനെ സല്യൂട്ട് ചെയ്യണം, അവനെ അംഗീകരിക്കണം. അതല്ലാണ്ട് അവന്റെ ഷൂ തുടയ്ക്കാനൊന്നും വെക്കരുത് ഒരു തിരി മനുഷ്യൻ. അത് ഇവർ അലസരാക്കുന്നുണ്ട്. അലസരാക്കല്ല, സേനയുടെ ക്രെഡിബിലിറ്റി നശിപ്പിക്കുകയാണ്. ഇപ്പൊ ചൈന, ഇറാൻ പോലെയുള്ള രാജ്യങ്ങളെ മിലിറ്ററിനെ ഇത് ചെയ്യുന്നുണ്ട്. 2 മില്യൺ, ഏകദേശം 20 ലക്ഷം, 15 ലക്ഷം, 20 ലക്ഷം ഒക്കെ പട്ടാളക്കാർ റിസർവിലും ആക്റ്റീവിലും ഒക്കെ ആയിട്ടുണ്ട്.
ഇന്ത്യൻ പട്ടാളം എന്ന് പറഞ്ഞ ജനറലിന്റെ ഷൂ തുടച്ചും കാറ് തുടച്ചും നടക്കല്ല, തോക്ക് ഉപയോഗിച്ച് വെടിവെക്കാൻ പഠിപ്പിക്കുകയാണ് വേണ്ടത്. അപ്പൊ വ്യക്തമായി ഉന്നയിച്ചിരിക്കുന്ന ഇനി വേറൊരു കാര്യം കൂടി ഞാൻ പറയാം. പറയൂ സാർ. അമേരിക്ക ഇടയ്ക്കിടയ്ക്ക് പോയി ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലും യുദ്ധം ചെയ്ത് പഠിക്കുകയാണ്. റിയൽ ടൈം എക്സ്പീരിയൻസ് അങ്ങോട്ട് അടിച്ചു നെത്തിനാഹുന്ന് പഠിക്കണം. 1200 ഇപ്പുറത്തുനിന്ന് എടുത്തു കഴിഞ്ഞാൽ 60,000 അപ്പുറത്തുനിന്ന് എടുത്ത് കളഞ്ഞിട്ട് നമുക്ക് പിന്നെ സംസാരിക്കാം. അടിച്ചടിച്ച് പഠിക്കണം. അതായത് ഒരു രാജ്യം വ്യക്തി എന്ന നിലയിലല്ല പറയുന്നത്, രാജ്യം എന്ന നിലയിൽ ആയുധങ്ങളും നിങ്ങൾക്ക് ശത്രു വേണ്ടെങ്കിൽ, ഇന്നത്തെ ലോകം അങ്ങനെയാണ്. അതിർത്തി നിന്റെ അതിർത്തി, ഇന്ത്യൻ അതിർത്തി നിനക്ക് സംരക്ഷിക്കണമെങ്കിൽ അടിച്ചടിച്ചുകൊണ്ടിരിക്കണം. നെത്തിനാഹൊക്കെ നീ എന്റെ 1200 ജനങ്ങളെടുത്ത, നീ എന്റെ 34 ജനങ്ങളെയാണ് ഇപ്പൊ പോയേക്കണ കാശ്മീരില്, നിന്നെ ഞാൻ അടിക്കും. അപ്പൊ ചിലപ്പോ മുതലെടുക്കുന്ന ആൾക്കാർ എന്ന് പറഞ്ഞാൽ പല അന്താരാഷ്ട്ര ശക്തികളും വൻ ശക്തികളുണ്ട്. ഇപ്പൊ അവര് പറയും അയ്യോ അത് കഷ്ടമായി എന്നൊക്കെ പറയും. പക്ഷെ അവസരം വരുമ്പോ പ്രത്യേകിച്ച് ചൈന, മുമ്പ് ജോർജ് ഫെർണാണ്ടസ് പ്രതിരോധ മന്ത്രി ആയിരിക്കുന്ന സമയത്ത് ഒരിക്കലും പ്രസ്താവന നടത്തി, ഇന്ത്യയുടെ ശത്രു പാകിസ്ഥാൻ അല്ല ചൈനയാണ്. അപ്പൊ മുതലെടുക്കാൻ അപ്പൊ വ്യക്തമായി പറഞ്ഞു വരുന്ന സംഭവം എന്ന് പറഞ്ഞാൽ പറയാൻ ഉദ്ദേശിച്ചു പറഞ്ഞത് എവിടെയോ ഒരു കരുതലില്ലായ്മ കോംപ്ലസന്റ് ഇന്ത്യൻ ഫോഴ്സിന് ഭാഗത്ത് സംഭവിച്ചിരിക്കുകയാണ്. കാരണം 400 കിലോമീറ്റർ അകലെയാണ് ഈ ഫേൽഗാം ഉള്ളത്, എല്ലോസിന്. അവിടുന്ന് ഇത്രയും ദൂരം AK-47 വരുന്നുണ്ട്, ലോക്കൽ സപ്പോർട്ട് കിട്ടുന്നുണ്ട്. ഇത് ഏകദേശം 24 മണിക്കൂർ കഴിഞ്ഞിട്ട് പോലും പിടിക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഇത്തരം മോക്ക് ഡ്രില്ല് വളരെ കുറഞ്ഞു പോയ സംശയം പട്ടാളക്കാരനെ വളരെ ശക്തമായിട്ടുള്ള. അതുകൊണ്ടല്ല ഞാൻ പറയുന്നത്, ഈ അമേരിക്ക ആയാലും ഇസ്രായേൽ ആയാലും ഞങ്ങളുടെ 1200 ആൾക്കാരെ കൊന്ന 250 കൊണ്ട് ഞങ്ങൾ തിരിച്ചടിച്ച സ്ഥലമില്ലാണ്ടാക്കും. അപ്പൊ ഞങ്ങളുടെ ടോക്ക് ഷോ അവസാനിക്കുകയാണ്. അപ്പൊ ഇത് പോയിന്റുകൾ എന്ന് പറയുക പറഞ്ഞ പോയിന്റ് ആണ്. എന്തായാലും വരും ദിവസങ്ങളിൽ എന്തായാലും ഇന്ത്യയുടെ ഭാഗത്ത് ശക്തമായിട്ടുള്ള പ്രതിഷേധം, പ്രതിരോധം. കാശ്മീർ, അതായത് പാക് ഒക്യുപ്പൈഡ് കാശ്മീർ ഉണ്ട്, ഇന്ത്യൻ ഒക്യുപ്പൈഡ് കാശ്മീർ ഉണ്ട്. ഇന്ത്യൻ ഒക്യുപ്പൈഡ് കാശ്മീരില് അടിച്ചൊതുക്കി ഗുജറാത്ത് പോലെ സമാധാനം.